Hi friends, Assalamualaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഞാനിതിന് മുമ്പ് നമ്മൾ ഒലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫെയർ ആൻഡ് ലവ്ലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ടോണിൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ വൈറ്റ് ടോൺ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്യാൻ നല്ല ക്രീമാണെന്നൊക്കെ, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ആ ഒരു സമയത്തൊക്കെ എന്താ പറയുക, ഫെയർ ലവ്ലി തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേലും. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ എന്തായാലും വൈറ്റ് ടോൺ വാങ്ങി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തതാണ് ഗായ്സ്. ഇത് കുറച്ച് നാളായിട്ട് ഇത് വാങ്ങിച്ചിട്ട്. അപ്പം ഞാനിത് ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വാങ്ങിച്ച പാടൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെയിലി ഒന്നും ഇടില്ല, വെളിയിലൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതാണ് ഈ ഒരു വൈറ്റ് ടോണിൻ്റെ ഒരു റിവ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു 25 ഗ്രാം പ്രോഡക്റ്റാണ് കേട്ടോ. 75 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാണ്, നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ട്യൂബിലാണ് ഇത് വരുന്നത്. ഈ ഒരു ട്യൂബ് പാക്കേജിങ് ആണ്. നല്ലൊരു റോസ് ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ്, ഈ ഒരു പാക്കേജൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് ഇത്. അപ്പോൾ ഇതിലവർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫേസ് ക്രീം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതായത് നമ്മളിപ്പം വെളിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീം അത്രയാണ് കേട്ടുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഡെയിലി ഇട്ടെടുക്കാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിത് വെളിയിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വാങ്ങിച്ച പാടൊക്കെ ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് ഇടാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വൈറ്റ് ടോണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു വൈകുന്നേരം, ഈ ഒരു അസറിൻ്റെ നേരത്താണ്. അപ്പോഴാണ് ബാങ്ക് കൊടുക്കണേ കേട്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് നേരം നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വൈറ്റ് ടോണിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരു പിങ്ക് കളർ അടിക്കുന്ന ഒരു, നിങ്ങൾക്കിതിൽ ഏത് കളറാണെന്ന് എനിക്ക് തിരിയുന്നില്ല, ഒരു എന്താ പറയുക, ചെറുതായിട്ടൊരു പിങ്ക് അടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി ആണ്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ കൈ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത്യാവശ്യം എനിക്കിത് ഇട്ട പാട് തന്നെ കുറച്ചൊരു പിങ്കിഷ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടുള്ളത്, ഫസ്റ്റ് തന്നെ സ്മെല്ല് ചെയ്തത് എനിക്ക് ഫെയർ ലവ്ലിയുടെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഫെയർ ലവ്ലിയുടെ ഒന്നല്ല, എന്നാലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പോൾ എന്തായാലും ഞാനിത് യൂസ് ചെയ്തത് ഫേസിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫേസിലിട്ടാലുള്ള ആ ഒരു ഇതെന്താണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനധികം വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അധികം ഒന്നും ഇടാറില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് വന്നിരിക്കുകയാണ് അവിടെ പതിവ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരിക്കലും ഇത് കയ്യിൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യരുത് കേട്ടോ. കയ്യിൽ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഫേസിലേക്ക് ഇടണ്ട. ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിത് ഇടുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ക്രീം ആണല്ലോ, അവിടെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അല്ലാതെ നിങ്ങൾ കയ്യിൽ തന്നെ ഇട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഇതാ ഞാൻ ഫേസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു റോസ് അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഓടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ച പാടൊക്കെ ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും ഒരു ക്രീം ഇടാലോ എന്നുള്ളതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്.
പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെളിയിലൊക്കെ പോകുന്ന സമയത്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഡെയിലി വീട്ടിൽ നിന്ന് ഇടലോ അങ്ങനെ നിർത്തി പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ തുടങ്ങി. അപ്പോൾ നല്ലൊരു ഫേസ് ക്രീമാണ് കേട്ടോ. ഇപ്പം എന്തായാലും നമ്മളെല്ലാവരും പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ക്രീം ഫേസിൽ ഇട്ടിട്ടല്ലേ പോവുക. വെറും സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് എന്തായാലും നമ്മൾ പോക്ക് ഉണ്ടാവില്ല. അധികം ആൾക്കാരും എന്തെങ്കിലും ഒരു ക്രീം വെളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ക്രീം ഇട്ടിട്ട് തന്നെയാണ് പോവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ടോൺ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അഫോർഡബിൾ ആണ് ഗേൾസ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് നേരം വരെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസിലിട്ട സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫ്രഷ്നെസ് ഇല്ല, നമ്മളിപ്പോൾ ഇട്ടപാട് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. ഫേസിലിട്ടാൽ ആ ഒരു ഫ്രഷ്നെസ് കുറച്ച് ടൈം വരെ നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാവാം, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മറ്റേ കുറച്ച് നേരം എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വൈറ്റ് ടോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വെളിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ടേക്ക് കാണാം.